ഏലിയൻ റോമലസ്, അതാണ് ഇന്നത്തെ സിനിമ. ഞാനൊരു ഏലിയൻ സീരീസിൻ്റെ ഒരു ഫാനൊന്നുമല്ല. ആദ്യത്തെ ഏലിയൻ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇറങ്ങിയ സമയത്തൊന്നുമല്ല കണ്ട്, കുറേ കഴിഞ്ഞപ്പോഴോ അതിനെ പറ്റിയിട്ട്. കാരണം അതൊരു ഭയങ്കര ഫേമസ് ആയിട്ട് നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഏലിയൻ. എനിക്ക് തോന്നുന്നത് വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അന്നത്തെ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഇൻസ്റ്റാൾമെൻ്റാണ് ഈ തേഴ്സ്ഡേ ഇറങ്ങിയത്, ഏലിയൻ റോമലസ്. അപ്പോൾ കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ റോട്ടൺ ടൊമാറ്റോസിൽ അതിൻ്റെ റേറ്റിംഗ് 10, 80, 85, 87% ഒക്കെയാണ് റേറ്റിംഗ്. അപ്പോൾ നല്ലൊരു റേറ്റിംഗ് ആണ്. എന്നാൽ പിന്നെ ഒന്ന് കാണാം എന്നുള്ളതിൽ പോയിട്ട് തിയേറ്ററിൽ പോയി കണ്ടു. ഡോൾബി വേണോ ഐമാക്സ് വേണോ എന്നുള്ളൊരു സംശയമൊക്കെ വന്നു. എനിവേ ഡോൾബി പോയി കണ്ടു. ഇത് ഇൻ്റർക്വൽ എന്നാണ് ഇത്ര പറയുക. ഈ സീക്വൽ, പ്രീക്വൽ, ഇൻ്റർക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പുള്ളൊരു സിനിമയും ശേഷമുള്ളൊരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉള്ള ടൈം ഇതിൽ പറയുന്നൊരു കഥയാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഏലിയൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഏലിയൻ സിനിമകൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പേസിലാണ്, സ്പേസ് ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കഥകൾ നടക്കുന്നത്. സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിൽ ഈ ഏലിയൻ ഇവരൊരു ക്സീനോമോർഫ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് അവരുണ്ടാക്കിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് മനുഷ്യനെമാരി ഇങ്ങനെ എണീച്ച് വെക്കും, പക്ഷേ തലയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒക്കെ പ്രത്യേകിച്ചൊരു ജീവിയാണ്. എന്തായാലും ഇതിലും ആ ജീവിയുണ്ട്. കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു സ്പേസ് ഷിപ്പിൽ കുടുങ്ങുന്നതും ഇത് വരുന്നതും ബഹളവും ലഹളയും ഒക്കെയാണ്. സിനിമൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അത് തിയേറ്റർ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കുറേ സൈലൻസ് വന്ന് പെട്ടെന്ന് ഭയങ്കര സൗണ്ടൊക്കെ വന്നിട്ട് നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ലേശം ഞെട്ടാൻ പാകത്തിനുള്ള തന്നെയാണ്. പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ പ്ലോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് സംഭവം, ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നു, അവിടെ ഈ ഏലിയൻ വരുന്നു, ഏലിയൻ അവിടെ അവർ തുറന്നു വിടേ ഇങ്ങനെ വെച്ചത് വരുന്നു. പിന്നെ അവിടുന്ന് ആൾക്കാർക്ക് ചിലവർ രക്ഷപ്പെടും, ചിലവർ രക്ഷപ്പെടാതിരിക്കും. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഇതിലൊരു ക്യാരക്ടർ ഒരു സിന്തറ്റിക് ഹ്യൂമൻ എന്നാണ്. അതായത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സമയത്ത് അങ്ങനത്തെ ഒരു വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ സിന്തറ്റിക് ഹ്യൂമൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടൊരു സാധനം ഉണ്ട്, ഒരു ചിപ്പുണ്ട്. ആ ചിപ്പ് എടുക്കണോ ഇതാക്കണോ അനുസരിച്ചിട്ടാണ്. അപ്പോൾ സിന്തറ്റിക് ഹ്യൂമൻ്റെ സ്വഭാവവും സിന്തറ്റിക് ഹ്യൂമൻ്റെ നേച്ചർ, ബിഹേവിയർ, എന്ത് ഓർഡറുകളാണ്, എന്താണ്, എങ്ങനെയാണ് ഇത് ഡിസിഷൻ എടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഈ ചിപ്പ് മാറ്റിയിട്ട്. അങ്ങനെ ഇവരുടെ ഒരു കൂടെയുള്ളൊരു സിന്തറ്റിക് ഹ്യൂമൺ ഉണ്ട്. അപ്പം ആ സിന്തറ്റിക് ഹ്യൂമണുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, നമുക്ക് അറിയാം ഏലിയൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സിനിമേൻ്റെ ഒരു പാറ്റേൺ നമുക്ക് അറിയുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റായി എനിക്ക് തോന്നി. അതായത് നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമോഷണലാണ് നമ്മൾ പലപ്പോഴും. ആ ഇമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചിലപ്പം നമുക്ക് ശരിയെന്ന് തോന്നുന്നൊരു ഡിസിഷൻ എടുക്കും. പക്ഷേ യുക്തിപരമായിട്ട് അതായിരിക്കില്ല ചിലപ്പം ശരിയായിട്ടുള്ള ഡിസിഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജീവൻ മരണ പോരാട്ട സമയത്ത് 5 പേരെ രക്ഷിക്കാൻ വേണ്ടി ഒരാളുടെ ജീവൻ ബലി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ട്രോളിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു 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 ക്വസ്റ്റ്യൻ, ഒരു ട്രോളി പ്രോബ്ലം എന്നായിട്ടാണ് പറയും, ഫിലോസഫിക്കൽ സംഭവം. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ട്രോളി ഇങ്ങനെ ഒരു ട്രെയിനിൽ, റെയിൽവേ ഇതിൽ ലൈനിൽ ഇങ്ങനെ ട്രോളി വരികയാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ ഇങ്ങനെ ദൂരെ നിൽക്കുന്ന സമയത്ത് ഈ ട്രോളി കുട്ടികളുടെ മുകളിൽ കയറിപ്പോവും. പക്ഷെ ഓരോ തടിച്ചൊരു ചങ്ങായി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ തടിച്ച ചങ്ങാതിനെ ആ ട്രോളീൻ്റെ മുമ്പിൽ തള്ളിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോളി അയാളെ ഇടിച്ച് ട്രോളി നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുട്ടികൾ രക്ഷപ്പെടും. അങ്ങനത്തെ ഒരു ഡിസിഷൻ നമ്മളെങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു കുറ്റവും ചെയ്യാത്ത തടിച്ച ഒരു വ്യക്തിയെ അവിടെ ഉന്തിയിട്ടിട്ട് 5 കുട്ടികളുടെ ജീവൻ നമ്മൾ രക്ഷിക്കുന്നത്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു ട്രോളി പ്രോബ്ലം ആയിട്ടാണ്. അപ്പോൾ ഈ സിനിമേൻ്റെ ഭാഗമായിട്ട് ഈ സിന്തറ്റിക് ഹ്യൂമണ്
ഇങ്ങനെ ചില ഡിസ്റ്റൻസ് എടുക്കുകയും സിന്തറ്റിക് ഹ്യൂമൺ അങ്ങനെ ഡിസ്റ്റൻസ് എടുത്തതിനെ മനുഷ്യന്മാർക്ക് മനസ്സിലാവാതിരിക്കുകയൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ പറയാം. പക്ഷേ അതല്ല കേട്ടോ ആ സിനിമയുടെ മുഖ്യമായിട്ടുള്ള ഇത് അതല്ല. പക്ഷേ നമുക്ക് ചില സിനിമയെ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിരിക്കും. ബട്ട് ഇഫ് യു വാണ്ട് സം ഗുഡ് ത്രിൽ ചിൽ അങ്ങനത്തെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗോട്ട് ദ എഫക്റ്റ്. നിങ്ങളൊരു ഏലിയൻ എന്താ പറയുക ഒരു ഫാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. ഈ ഏലിയൻ സിനിമകളുടെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യത്തേത് ഏലിയൻ, പിന്നെ ഏലിയൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ പ്രൊമീത്തിയസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. പ്രൊമീത്തിയസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഏലിയൻസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറേ തല്ലിപ്പൊളി സിനിമയും വന്നിട്ടുണ്ട്, ഏലിയൻ ആൻഡ് പ്രഡേറ്റർ ആൻഡ് ഏലിയൻ എന്നൊക്കെ പറഞ്ഞ്. പ്രഡേറ്റർ എന്ന് പറഞ്ഞ സാധനമല്ലേ പ്രഡേറ്റർ. അപ്പോൾ പ്രഡേറ്ററും ഏലിയനും കൂടിയിട്ടുള്ള സംഭവം അങ്ങനെയൊക്കെ ചില സിനിമകളൊക്കെ വന്നിട്ട് 7 നിലയിൽ പൊട്ടിയിട്ടുമുണ്ട്. അപ്പോൾ എനിവേ അതാണ് ഇന്നത്തെ സിനിമ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ട്രോളി പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കൂ, ഗൂഗിൾ ചെയ്തിട്ടൊന്ന് നോക്കൂ. രസകരമായിട്ടുള്ള അങ്ങനത്തെ ചില ചോദ്യങ്ങളുണ്ട്, നമുക്ക് മോറലി ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സിനിമയായിട്ട് ഇനിയും കാണാം.